ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പാലത്തുങ്കര റമദാൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൻ്റെ തൊട്ടു മുമ്പിലാണ്. ഇവിടെ നാനാജാതി മതക്കാരും നാട്ടുകാരും മതത്തിലുള്ളവരും എല്ലാവിധ മതത്തിലുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മമ്പുറന്തങ്ങളുടെ അടുത്തും അതുപോലെ തന്നെ റമദാൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തൊക്കെ ഈ രൂപത്തിൽ എല്ലാ മതത്തിലുള്ളവരും എല്ലാ ജാതിക്കാരും അതുപോലെ തന്നെ പല നാട്ടുകാരും വരുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന ആ ഒരു സ്വഭാവം, ഖുർആൻ ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ആ നല്ലൊരു മാതൃക ഈ മഹാന്മാരൊക്കെ പിൻപറ്റി എന്നതുകൊണ്ടാണ്. അഥവാ ഇവരുടെയൊക്കെ സ്വഭാവം ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരോടും ശാന്തമായി വല്ലാത്ത സഹനത്തോടുകൂടെ സമീപിച്ചവരായിരുന്നു ഈ മഹാന്മാർ എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലുടനീളം ആ ഒരു സഹനം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എവിടെയും പ്രകോപിതരായ ഒരു രംഗം ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. മദീന പള്ളിയിൽ ഒരിക്കൽ ഒരു ജൂത പുരോഹിതൻ വരികയാണ്. ജൂത പണ്ഡിതനാണ് അദ്ദേഹം. സെയ്ദ് ഇബ്നു സഅന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മദീന പള്ളിയിൽ വന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സെയ്ദ് ഇബ്നു സഅന വലിയ സമ്പന്നനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 80 മിസ്കാൽ സ്വർണം നിങ്ങൾക്ക് തരാം, കടമായി തരാം എന്നൊരു അവധിയൊക്കെ നിശ്ചയിച്ച് അദ്ദേഹം പിരിഞ്ഞുപോയി. മജ്ലിസൊക്കെ പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനാസ സംസ്കരണ വേളയിലിരിക്കുന്ന സമയത്ത്, അഥവാ അദ്ദേഹത്തിന് കടത്തിന് അവധി പറഞ്ഞ 2 ദിവസം മുമ്പ്, അഥവാ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കടം തിരിച്ചു കൊടുക്കേണ്ടത്, ആ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഈ ജനാസ സംസ്കരണ വേളയിൽ മുത്തുനബിയും സ്വഹാബത്തും നിൽക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആക്രോശിക്കാൻ, ഞാൻ തന്ന പണം എന്താ തിരിച്ചു തരാത്തത് എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് പിന്നെ ആ ശരീരത്തിൽ വന്ന് വസ്ത്രത്തിൽ വന്ന് പിടിച്ചു വലിക്കാൻ. അങ്ങനെ വസ്ത്രം വന്ന് പിടിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സഅന ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാള് പുറയിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറെ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ 2 ആളും പ്രതീക്ഷിക്കുന്നത് ഇതല്ല. അദ്ദേഹത്തോട് മാന്യമായി എന്നോട് ചോദിക്കാനും എന്നോട് മാന്യമായത് തിരിച്ചു കൊടുക്കാനുമാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുക. എന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന് എത്രയാണോ ഞാൻ കൊടുക്കാനുള്ളത് ആ പൈസ നിങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി കുറച്ച് അധികവും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ്